അദാനിയിലേക്കാണ്. നമുക്കറിയാം അദാനിക്കെതിരെ അമേരിക്കയിലുണ്ടായിരുന്ന കേസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. കൈക്കൂലി തട്ടിപ്പ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് 2024 അദാനിക്കെതിരെ അവിടെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത്. സോളാർ ഊർജ്ജോദ്ധതയുടെ കരാറുകൾ ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വലിയ തുക കൈക്കൂലിയെ നൽകിയെന്നും ഈ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ രീതിയിൽ നിക്ഷേപം സമാഹരിച്ചു എന്നുമായിരുന്നു അദാനിക്കെതിരെ ഉണ്ടായിരുന്ന കേസുകൾ. പിന്നീട് ഈ കേസുകൾ അദ്ദേഹം ആ സമയത്ത് തന്നെ ഇത്തരം ആരോപണങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. അതിനുശേഷം ഈ സമീപകാലത്ത് US സർക്കാർ തന്നെ ഇത്തരം കേസുകൾ പിൻവലിക്കാനുള്ള അവിടുത്തെ നീതിന്യായ വകുപ്പ് അത്തരം അനുമതിയായിട്ട് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു നിർദ്ദേശം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് അത്തരം കേസുകളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. അദാനി അമേരിക്കയിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്ന വാർത്തകൾ കൂടിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്നു. അത്തരം ഒരു സാഹചര്യം മുൻനിർത്തിയിട്ടാണ് ഇത്തരം കേസുകളിൽ നിന്നുള്ള പിൻവാങ്ങൽ എന്നടക്കം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഇതിൽ പരിഗണനാ വിഷയമായിട്ടില്ല എന്നാണ് കോടതിയും അദാനിയോടടക്കം വിശദീകരണം ചോദിച്ചപ്പോൾ പറയുന്നത്. നമ്മളിതിലേക്കാണ്. അജിംസ്, അദാനി അമേരിക്കയിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നുള്ള വാർത്തകൾ വരുന്നു. 2024 എടുത്ത കേസുകൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ അത്തരൊരു അനുകൂല സമീപനം അദാനിയോടടക്കം ഉണ്ടാകുന്നുണ്ടോ ഈ കേസ് പിൻവലിക്കുന്നതിലടക്കം? ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മൾ ആലോചിച്ച് നോക്കുക. ഒന്ന്, റഷ്യൻ ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുമായി ഉണ്ടായിരുന്ന തർക്കം, ആ സ്പാറ്റാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ആദ്യം നമുക്കെതിരെ എന്ത് ചെയ്യുന്നു, താരിഫ് ചുമത്തുന്നു. താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത്തരം പ്രഷറൈസ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കി. ഞങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങൾ എവിടെ നിന്ന് എണ്ണ വാങ്ങും എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു, നല്ല ഭാഷയിൽ പറഞ്ഞതാണ്, ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി അമേരിക്കയിൽ ടൂർ പോയിട്ട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സൗഹാർദ്ദത്തിൻ്റെയും ട്രംപിനെ ഫ്രണ്ടെന്ന് വിളിക്കുന്നു. ട്രംപിനെ ഇരുത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായൊരു സംഭവം അറിയാലോ. ട്രംപിനെ പ്രധാനമന്ത്രി അടുത്തിരുത്തിയിട്ട് ട്രംപ് പറയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കും സുന്ദരനൊക്കെയാണ്, പക്ഷേ ആൾ കില്ലറാണെന്നാണ് പറയുന്നത്. അതായത് പ്രധാനമന്ത്രി ഇരുത്തി അങ്ങ് അപമാനിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഞാനാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് ആവർത്തിച്ച് പറയുക. അത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പലവട്ടം നിഷേധിച്ചാൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രിക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയാതിരിക്കുക. ഈ ബഹളത്തിനൊക്കെ ഇടയിലാണ് നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വരട്ടെ സാർ എന്നോട് ചോദിച്ചു സംസാരിക്കാൻ, ഓർമ്മയില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പാക് പട്ടാള മേധാവി ആസിഫ് മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ച് വിരുന്ന് കൂട്ടുന്നു ട്രംപ്. ഏത് ആസിഫ് മുനീർ? ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ത്യ അതിശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ആൾ. അതിനിടയിൽ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. എപ്സ്റ്റീൻ ഫയൽസിൽ ഹർദീപ് സിംഗ് പുരിയുടെ പേര് നേരത്തെ വന്നതാണ്. അനിൽ അംബാനിയുടെ പേര് വരുന്നു. അനിൽ അംബാനി മോദി വരുന്ന കാര്യത്തെക്കുറിച്ച് എപ്സ്റ്റീനുമായി ഡിസ്കസ് ചെയ്യുന്നു വരുന്നു. അപ്പോൾ മോദി, ട്രംപ്, അനിൽ അംബാനി, ഹർദീപ് സിംഗ് പുരി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പേരുകളൊക്കെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഫ്ലോട്ട് ചെയ്തു വരുന്നു. അതേ തുടർന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുന്നതാണ്. ആ വ്യാപാര കരാർ എന്താണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ തോതിലുള്ള വ്യാപാര കമ്മിയുണ്ട്. ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് അത്ര അവിടെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നില്ല. അത് അമേരിക്കയുടെ നിരന്തരം, ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം നിരന്തരം അവരുടെ പരാതിയാണ്. അമേരിക്കയിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ നിങ്ങൾ ഇറക്കുമതി ചെയ്യണം, നമുക്ക് അവരുടെ ആവശ്യമില്ല, നമ്മളാണ് ചുങ്കം കൂട്ടി വെച്ചിരിക്കുകയാണ്, അവിടെ നിന്നൊരു സാധനം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. അത് ഇന്ത്യയുടെ കാർഷിക രംഗത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ട്രംപ് അവസാനം എന്ത് ചെയ്യുന്നു? ഈ നെഗോഷിയേഷൻ ഇപ്പോഴും തുടരുകയാണ്. ട്രംപ് അവസാനം പറയുന്നു, $500 ബില്യൺ വസ്തുക്കൾ ഒരു വർഷം നിങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്ന ഒരു തീർപ്പിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യ അത് അഡ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇന്ത്യ എന്തായിരിക്കും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു ആശങ്കകളുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യും, റഷ്യയുടെ വെട്ടി കുറയ്ക്കും. പക്ഷേ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്ന ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ട്. ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും വെനസ്വേലൻ ഓയിലും അമേരിക്കൻ ഓയിലും ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചർച്ചകൾക്കിടയിലാണ് റിലയൻസും അതുപോലെ അദാനിയും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. റിലയൻസ് എന്താണ് ചെയ്യുന്നത്? റിലയൻസ് വലിയൊരു ക്രൂഡ് ഓയിൽ റിഫൈനറി അവിടെ സ്ഥാപിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വെനസ്വേലൻ ക്രൂഡ് റിഫൈൻ ചെയ്യാനുള്ള ടെക്നോളജി അവിടെ ഒരു റിഫൈനറി തുടങ്ങാൻ നോക്കുന്നു. അദാനി ഏതാണ്ട് $400 ബില്യൺ നിക്ഷേപം അവിടെ നടത്താമെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അതൊരു വിൻ സിറ്റുവേഷനാണ്. വിൻ സിറ്റുവേഷൻ ആർക്കാണ് ലാഭം എന്ന് വെച്ചാൽ അമേരിക്ക തന്നെയാണ് ലാഭം. അമേരിക്ക ഏതാണ്ട് $500 ബില്യൻ്റെ ഇറക്കുമതി ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ മുതലാളിമാർ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. ഇതിൽ ഇന്ത്യക്ക് എന്താണ് ലാഭം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു ലാഭമില്ല. ഇന്ത്യക്ക് വില കുറഞ്ഞ റഷ്യൻ ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു പുതിയ സംഭവവികാസം, ലിൻസെ ഗ്രഹാം നിയമം എന്ന് പറയുന്ന ഒരു പുതിയ നിയമം വരുന്നു. ആ നിയമത്തിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന എല്ലാ കമ്പനികളും, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ കമ്പനികൾക്കും 100% താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരം നൽകുന്ന പുതിയ നിയമം അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കുന്നു. ഇതിലെവിടെയാണ് ഇന്ത്യക്ക് ലാഭം?
ഇന്ത്യയുടെ ഡിപ്ലോമസി എവിടെയാണ് വിജയിച്ചത്? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആകെ പറയാൻ കഴിയുക അമേരിക്ക നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നു. ആ സമ്മർദ്ദത്തെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നെഗോഷിയേഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 500 ബില്യൺ ഇറക്കുമതി, അതിൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നു എന്ന് പറയാമെന്നല്ലാതെ ഈ 2 വർഷം 2 വർഷത്തോളമായി നടക്കുന്ന ഈ ഒരു വാണിജ്യ നയതന്ത്ര യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായെന്ന് നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ താല്പര്യങ്ങളെ ബലിയഴിക്കുന്ന വിധത്തിൽ അമേരിക്ക നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അപ്പോൾ ഇതിനാരാണ് പഴി കേൾക്കേണ്ടത്? അത് നരേന്ദ്രമോദിയാണോ അല്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണോ എന്ന് ചോദിച്ചാൽ, മോദി കാലത്തെ ഈ 3 ടേമിലെയും മോദി കാലത്തെ ഡിപ്ലോമസി അട്ടർ ഫെയിലറാണ് എന്ന് ഞാൻ ഈ വേദിയിൽ തന്നെ 2020 മുതൽ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു വന്നത്. അത് ഏതെങ്കിലും ഇന്ത്യയിലെ നയതന്ത്രജ്ഞന്മാരോ വിദേശകാര്യ വിദഗ്ധർ ഇത് പറയുന്നില്ല എന്നുള്ളൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ മുൻ അംബാസഡർമാരൊക്കെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല, അവരാരും പറയില്ല. വിദേശകാര്യ വിദഗ്ധർ പറയില്ല ഇന്ത്യയുടെ നയതന്ത്രം പരാജയമാണെന്ന് ആരും പറയില്ല. പക്ഷെ ആര് പറയുന്നറിയോ? ജെൻസി പറയും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കും, ഇന്ത്യൻ ഡിപ്ലോമസിയെ എടുത്തിട്ട് ഉടുക്കുകയാണ് പിള്ളേർ. കാരണം അവർക്കറിയാം, അവർ ലോകമാധ്യമങ്ങൾ വായിക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മറ്റ് രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്ര നേതാവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നറിയാം. ദിസ് ഗൈ തിങ്സ് ഐ എം കിഡിങ്, ഐ എം നോട്ട് എന്ന് ആരാ പറഞ്ഞത്? അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ് മുമ്പിലിരുത്തി, പ്രധാനമന്ത്രി മുമ്പിലിരുത്തി പറഞ്ഞത്. അതായത് ആൽക്കഹോൾ ഇല്ലാത്തൊരു ഗ്ലാസ് എങ്ങനെ പിടിക്കണം എന്ന് പോലും അറിയാത്തൊരു പ്രധാനമന്ത്രിയോടാണല്ലോ ഞാൻ സംസാരിക്കുന്നതെന്നാണ് ഇതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വിദ്യാർത്ഥികളും യുവാക്കളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഡിപ്ലോമസി എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്ര നേതാവിനെ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവർ കാണുന്നത്. മോദി എന്നെ വിളിച്ച് മേ ഐ സി യു സാർ എന്ന് ചോദിച്ചു എന്ന് ട്രംപ് പറഞ്ഞില്ലേ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഡിസ്ട്രോയ് ചെയ്യണം എന്നൊരാഗ്രഹവും ഇല്ല, അത് പറ്റുമെങ്കിലും അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കണം. നമ്മുടെ കരിയർ ഡിപ്ലോമാറ്റുകൾ ഇത് കാണുകയില്ല, ഇതിനെപ്പറ്റി പറയില്ലെങ്കിൽ പോലും അവർ പറയുമ്പോഴാണ് നാട്ടുകാർക്ക് ഇത് മനസ്സിലാവുക. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു? ജൻസി പിള്ളേരെടുത്തിട്ട് ശരിക്കും ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിൽ അൺപോപ്പുലറാന്ന് പറഞ്ഞ ഈ ഒരു വലിയ വൈറലായ ഒരു വീഡിയോ ഇറങ്ങിയല്ലോ. അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിട്ട് വേറൊരാളും മോദിജി ആയിട്ട് വേറൊരാൾ അഭിനയിച്ചുകൊണ്ട് ഒരു വൈറൽ വീഡിയോ ഇറങ്ങില്ല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും ജന്തർ മന്തർ പ്രൊട്ടക്ഷനൊക്കെ എത്രയോ 2-3 മാസം മുമ്പാണ് വൈറൽ വീഡിയോ ഇറങ്ങുന്നത്. ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിൽ അൺപോപ്പുലർ ആവുന്നില്ല. ആ വീഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. അവരെ പ്രധാനമായി അറ്റാക്ക് ചെയ്തത് എന്താണ്? ഇന്ത്യയുടെ ഡിപ്ലോമസിയാണ് ആ വൈറൽ വീഡിയോയിലൂടെ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ ഡിപ്ലോമസി തകർന്ന് തരിപ്പണമായി, ഇന്ത്യയുടെ താല്പര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇല്ലാതായി എന്ന് ആദ്യം വിളിച്ചു പറയുന്നത് ജൻസിയാണ്. ഇനി അത് ചിലപ്പോൾ നാളെ മുതൽ ഏതെങ്കിലും കരിയർ ഡിപ്ലോമാറ്റുകൾ പറയാൻ തുടങ്ങും. ഭയന്നിട്ടാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഭയം പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ പൂർണ്ണമായും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായും വഴങ്ങിയെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഇന്ത്യക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിഷാദ്, ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല അമേരിക്കയും അദാനിക്ക് വളരെ പ്രിയപ്പെട്ടാവുന്നു. തിരിച്ച് അതേപോലെ അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? നമ്മളെ ഈ സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇരട്ടച്ചങ്കുള്ള നരേന്ദ്രമോദി 2 കവള് സംസാരിക്കാത്തതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പിടിച്ച് കുടുക്കിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മോദി ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ സാർ എന്നോട് ചോദിച്ചു എന്ന് ട്രംപ് പറയാണ്. അതായത് മേ ഐ സി യു സാർ എന്നോട് ചോദിച്ചു എന്ന് പറയാണ്. പിന്നെ നിങ്ങളുടെ പ്രധാനമന്ത്രിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കണം എന്ന് ഒരു രാഷ്ട്രത്തോട് ട്രംപ് പറയാണ്. അപ്പോഴും നമ്മൾ ആലോചിച്ച് എന്താണ് മോദി മറുപടി ഒന്നും പറയാത്തത്? ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോഴും നമ്മൾ ആലോചിച്ചു മോദി എന്താണ് മറുപടി പറയാത്തത്? എനിക്ക് അയാളുടെ പൊളിറ്റിക്കൽ കരിയർ ഡിസ്ട്രോയ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ മോദിയുടെ പൊളിറ്റിക്കൽ കരിയർ ഡിസ്ട്രോയ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആളാണ് ഞാൻ, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഇന്ത്യയെ ആക്രമിക്കാൻ ശേഷിയുണ്ടെന്നല്ല, മോദി എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാനുള്ള സാധനം എൻ്റെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴും മോദിയൊന്നും മിണ്ടുന്നില്ല. ഇവിടെ നിന്ന് കുടിയേറ്റക്കാരായി പോയിട്ടുള്ള മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ട് പോയി കയ്യിലും കായലും വിലങ്ങ് വെച്ച് ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ അടിമകളെ പോലെ ഇറക്കുമ്പോൾ മോദി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പിന്നീട് കുറേ വിമർശനം ഉണ്ടായി പറഞ്ഞത്. അപ്പോഴും നമ്മൾ ഓർത്ത് എന്താണ് നരേന്ദ്രമോദി മിണ്ടാത്തത്? 50% താരിഫ് നമ്മുടെ തലക്കടിച്ച് തന്ന് നമ്മുടെ ഈ സീ ഫുഡ് ഇൻഡസ്ട്രിയും നമ്മുടെ ഈ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എല്ലാം വലിയ പ്രയാസം അനുഭവിച്ചപ്പോൾ മോദി എന്താണ് കാർക്കശ്യമുള്ള സമീപനം എടുക്കാത്തത്? നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന കാര്യത്തിൽ അമേരിക്ക തിട്ടൂര് ഇറക്കുന്നു. നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങിക്കരുതെന്ന് പറയുന്നു. റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത് നമ്മുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൻ്റെ തോത് കുറയുന്നു. നമ്മൾ എന്തിനാണ് അവരുടെ തിട്ടൂരം അനുസരിക്കുന്നത്? നമ്മൾ ആലോചിച്ചു, എന്താണ് മോദി ഒന്നും പറയാത്തത്? അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടു അദാനിയുടെ ഒരു കേസ് അവിടെ കിടക്കുന്നുണ്ട് എന്ന്.
ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അദാനിയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പിൻവലിക്കുകയും അദാനി വളരെ സ്മൂത്ത് ആവുകയും അദാനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും പോവുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണ ലോജിക്കൽ തിങ്കിങ് ഉള്ള ഒരു മനുഷ്യൻ ആലോചിക്കുമല്ലോ, എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഈ തരത്തിലുള്ള അധീശത്വ വർത്തമാനങ്ങളോടെല്ലാം നമ്മുടെ ഭരണകൂടം വിധേയപ്പെട്ടത് എന്ന്. അമേരിക്കയിൽ പോയിട്ട് അത് ഇന്ത്യ രാജ്യം, നമ്മൾ നേരത്തെ ദേവയാനി ഖോബറയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നയതന്ത്രപരമായിട്ട് ഇങ്ങോട്ട് മസിൽ പിടിച്ചപ്പോൾ അതിനേക്കാൾ വലിയ തോതിൽ അങ്ങോട്ട് മസിൽ പിടിച്ച പാരമ്പര്യം നമുക്കുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാപ്പ് പറഞ്ഞ സന്ദർഭം ഇന്ത്യയോടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അത്തരം ഒരു മെസ്സേജും അമേരിക്കയ്ക്ക് കൊടുക്കാതിരിക്കുകയും പൂർണ്ണമായും അമേരിക്കയെ വിധേയപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഒടുക്കമാണ് എപ്സ്റ്റീൻ ഫയൽസ് പോലെ അങ്ങേയറ്റം ദുരൂഹമായ സംഗതി കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു കാര്യം ഏതാണ്ട് വ്യക്തത വരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അദാനിയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണേണ്ട കാര്യമാണ്. അദാനിയുടെ താല്പര്യങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങൾ എത്ര തവണ വിദേശ രാജ്യ സന്ദർശനം നടത്തി? നിങ്ങൾ വിദേശ സന്ദർശനം നടത്തിയതിന് ശേഷം അദാനി സന്ദർശനം നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ചെന്ന് പോയതിന് ശേഷം അദാനിക്ക് കരാർ കിട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ഓസ്ട്രേലിയയുടെയും ശ്രീലങ്കയുടെയൊക്കെ ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടം കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രധാനമായും നയപരിപാടികൾ കൊണ്ടുവരുന്നത് പോലും അദാനിക്ക് എയർപോർട്ടുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് പോലെ, അദാനിക്ക് ആൻഡമാൻ നിക്കോബാർ ഏറ്റെടുക്കാൻ കഴിയുന്ന പോലെ, ഇനി അദാനിക്ക് ലക്ഷദ്വീപിൽ ഇനിയിപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അദാനിക്ക് കാറ്റാടിപ്പാടങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പോലെ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സിൽ എല്ലായിടത്തും കൽക്കരി ഖനികൾ ഇവയെല്ലാം അദാനിക്ക് തുറന്നു കൊടുക്കാൻ കഴിയും വിധത്തിൽ നമ്മുടെ നയപരിപാടികളും നിയമങ്ങളും മാറുകയാണ്. നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നിയമം, നമ്മുടെ വന നിയമം, നമ്മുടെ കോർപ്പറേറ്റ് നിയമം ഇവയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതും സീരിയസ് ആയി ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ ലേബർ കോഡുകൾ, ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഗുണഭോക്താവായിട്ട് അദാനിയും പിന്നെ അംബാനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമേരിക്കയോട് കാർക്കശ സമീപനമില്ലാത്ത രാജ്യം എന്താണെന്ന് ആലോചിക്കുമ്പോഴും അവിടെ നമ്മുടെ അദാനി എലമെൻറ്റ് കാണുന്നു. അപ്പോൾ സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഹൃത്തിനെ സഹായിക്കാൻ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള സംഗതികളുടെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇത് അതുകൊണ്ട് അമേരിക്കയിൽ അദാനി അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി വരുത്തി എന്നൊക്കെ വിശ്വസിക്കാൻ നമ്മൾ 10 വർഷം മറവി രോഗം ബാധിച്ചവരായിരിക്കണം. നമുക്കെല്ലാം നല്ല ഓർമ്മയുണ്ട് എന്നതുകൊണ്ട് അഗ്നിശുദ്ധിയുടെ അല്ലെങ്കിൽ സംശുദ്ധമായിട്ടുള്ള ബിസിനസ്സിൻ്റെ കഥ അദാനി പറയാതിരിക്കട്ടെ. അദാനിയുടെ കച്ചവടത്തിൻ്റെ, അദാനിയുടെ ഓഹരി മൂല്യത്തിൻ്റെ, അത് വെച്ച് നമ്മുടെ പൊതുമേഖലാ ബാങ്കിൻ്റെ അടുത്തിട്ടുള്ള കോടാനുകോടി രൂപയുടെ അതുണ്ടാക്കിയിട്ടുള്ള റിസ്ക് എലമെൻറ്റിനെ കുറിച്ച് ഹിൻഡൻബർഗ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഭരണകൂടവും അതിൻ്റെ ബന്ധുക്കളും നമ്മളുടെ ഏർപ്പാടുകൾ വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അദാനിയെ കുറ്റവിമുക്തനാക്കുകയല്ല കോടതി ചെയ്തത്. അവിടുത്തെ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കേസ് പിൻവലിക്കുക. ഇന്ത്യയിലാണ് കൈക്കൂലി കൊടുത്തത്. നമ്മൾ അവിടെ പോയിട്ട് തെളിവ് ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിലൊരു എന്താണ് പറയുക, ഒരു മുൻവിധി കൂടിയുണ്ട്. ഇന്ത്യയിൽ നടന്ന ഒരു കൈക്കൂലിയെക്കുറിച്ചൊരു കേസ് ഉണ്ടാവുക മുൻവിധി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തെ സംശുദ്ധനാക്കുകയോ കുറ്റവിമുക്തനാക്കുകയോ ചെയ്തിട്ടില്ല.